നമ്മൾ RupeeMonk ചാനലിൽ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തു. പക്ഷേ ക്രിപ്റ്റോ കറൻസി എന്താണെന്നോ അത് എങ്ങനെ പ്രവർത്തിക്കുന്നെന്നോ എന്താണ് അതിൻ്റെ രീതികളെന്നോ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ആണിത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോയിൻ എക്സ്ചേഞ്ച് ആയിട്ടുള്ള Coindcx ഉപയോഗിച്ച് എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതും കൂടെ ഇതിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫയലാണ് എന്ന് പറയാം. ഒരു ഡിജിറ്റലായിട്ടുള്ള ഫയൽ. ഡിജിറ്റലായിട്ടുള്ള ഫയൽ എന്ന് എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഒക്കെ സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഫയൽ. അത് പക്ഷേ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് അത് സെക്യൂർ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സെക്യൂർ ആയിട്ടുള്ളൊരു ഫയൽ കൈമാറ്റം ചെയ്യുമ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ അത് ഒരു വില കൊടുത്ത് വാങ്ങാനും അത് ഓൾറെഡി കയ്യിലുള്ള ആളുകൾ അത് ഒരു വിലയ്ക്ക് വിൽക്കാനും റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സംവിധാനത്തിനെയാണ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത്. അതായത് ഈ ക്രിപ്റ്റോ കറൻസികൾ സാധാരണഗതിയിൽ ഒരു നിശ്ചിത എണ്ണം ക്രിപ്റ്റോ കറൻസികൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നിശ്ചിത എണ്ണം മാത്രമുള്ളൊരു കറൻസി അല്ലെങ്കിൽ നമ്മൾ എന്തൊരു സാധനമാണെന്നുണ്ടെങ്കിലും നിശ്ചിത എണ്ണം മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ ആളുകൾ കൂടുതലുണ്ടാവുന്നൊരു സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വില കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലേ. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പഴക്കച്ചവടത്തിൻ്റെ സീസൺ നോക്കുക. ഇപ്പോൾ ആപ്പിളൊക്കെ ഉണ്ടായി തുടങ്ങുന്നൊരു കാലത്താണ് എന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ എന്താണ്? ആപ്പിളിൻ്റെ വില കൂടുതലായിരിക്കും. അതേസമയം തന്നെ ആപ്പിളിൻ്റെ നല്ലൊരു സീസൺ വന്നു എന്ന് കരുതുക. അപ്പോൾ എന്താ ഉണ്ടാവുക? ആപ്പിൾ സുലഭമായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വില കുറയും. അതുപോലെ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയും. എവിടെ ആളുകൾക്ക് കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ വില പടിപടിയായിട്ട് ഉയരാനായിട്ട് തുടങ്ങും. എവിടെ ആവശ്യം കുറവുണ്ട് അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ വിൽക്കാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില താരതമ്യേന കുറയുകയും ചെയ്യും. ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. അതായത് ക്രിപ്റ്റോ കറൻസിയിൽ കറൻസികൾ കണ്ടെടുക്കുന്ന രീതിയെ ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്ന് പറയും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മൈൻ ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കറൻസികൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫയലുകൾ ക്രിപ്റ്റോ കറൻസികൾ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈ കറൻസികൾ വാങ്ങാനുള്ള ആളുകൾക്കും വിൽക്കാനുള്ള ആളുകൾക്കും തമ്മിൽ ബന്ധപ്പെടാനുള്ള എക്സ്ചേഞ്ചുകൾ നിലവിലുണ്ട്. കോയിൻ എക്സ്ചേഞ്ചുകൾ നിലവിലുണ്ട്. അത്തരം കോയിൻ എക്സ്ചേഞ്ചുകളിൽ വരികയും അവരുടെ കയ്യിലുള്ള പണം മുടക്കിയിട്ട് കറൻസികൾ വാങ്ങുകയും കറൻസികൾ ഉള്ളവർ അത് ആവശ്യക്കാർക്ക് വിറ്റുകൊണ്ട് അതിൽ നിന്നുള്ള ലാഭം എടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലും പല സ്ഥാപനങ്ങളും ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള സംവിധാനവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ കറൻസി കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഇപ്പോൾ ബിറ്റ് കോയിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിപ്റ്റോ കറൻസിയോ കൊടുത്തുകൊണ്ട് അതിൻ്റെ വിലയ്ക്കനുസരിച്ചുള്ള മൂല്യം നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് ബിറ്റ് കോയിന് ഈ 35 ലക്ഷവും 40 ലക്ഷവും ഒക്കെ വില ആയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോക മാർക്കറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതുമാത്രമല്ല ഈ ബിറ്റ് കോയിനുകളുടെ എണ്ണം ഒരു നിശ്ചിത അളവ് ആയിട്ട് പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കം മുതലേ ഇന്ന് വരെ വളരെ ചെറിയ എണ്ണം മാത്രമുള്ള ഒരു കറൻസി അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വില കൂടുന്നതാണ്. അതേസമയം തന്നെ ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയോ അല്ലെങ്കിൽ പ്രമുഖ സ്ഥാപനമോ ഒക്കെ ഈ ബിറ്റ് കോയിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില വളരെ ഗണ്യമായിട്ട് താഴാനും തുടങ്ങും. അതൊരു ഫ്ലക്ച്വേഷൻ വളരെയധികമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഈ ബിറ്റ് കോയിൻ എന്നാണ്, ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരു സേഫായിട്ട് കളിക്കുന്ന ആളുകൾക്ക്, സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ക്രിപ്റ്റോ കറൻസികൾ അത്ര നല്ലൊരിതായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. പുതിയതായിട്ട്
ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട്. ആദ്യമായിട്ട് നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുമായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ KYC ഡോക്യുമെൻറ്റ്സ് വഴി, അതായത് നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിയുന്ന ഉള്ള KYC ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ചുമായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. പലതരത്തിലുള്ള എക്സ്ചേഞ്ചുകളുണ്ട്. ഹോട്ട് ആൻഡ് കോൾഡ് എക്സ്ചേഞ്ചസ് എന്നൊക്കെ പറയും. ഇപ്പോൾ പുതിയൊരാളാണെന്നെങ്കിൽ ഹോട്ടായിട്ടുള്ള ഓഫ്ലൈൻ എക്സ്ചേഞ്ചുകൾ തന്നെ നമുക്ക് ധാരാളമായിരിക്കും. അതേസമയം വലിയ ഒരു രീതിയിലുള്ള ട്രാൻസാക്ഷൻസും അതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുകയും വേണ്ടി വരും. ഇങ്ങനെ ഒരു തുടക്കക്കാർക്കൊക്കെ ചെറിയ രീതിയിൽ ബിറ്റ്കോയിനുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളിലോ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് Coindcx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ എളുപ്പത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും അതേപോലെ തന്നെ വെറും 10 രൂപ മുതൽ തന്നെ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനും ഒക്കെ സാധിക്കുന്ന ഒരു എൻവയോൺമെൻറ്റാണ് ഈ Coindcx. ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏറ്റവും സേഫായിട്ടുമുള്ള ഒരു എക്സ്ചേഞ്ചിൽ പെട്ടിട്ടുള്ള ഒരു എക്സ്ചേഞ്ചാണ് ഈ Coindcx. വളരെ എളുപ്പത്തിൽ കോയിനുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു എന്നുള്ളതിന് പുറമെ ഏറ്റവും സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് Coindcxൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ ചെറിയൊരു എമൗണ്ട് ഉപയോഗിച്ച് തന്നെ ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Coindcx പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് മിനിമം 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികളിൽ ട്രേഡിംഗ് തുടങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ 10 രൂപയുടെ ട്രേഡുകൾ വരെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് ബിറ്റ്കോയിനുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫറാണ് Coindcxൻ്റെ ഹാപ്പി ഡേയ്സ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ Coindcx ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും സൈനപ്പ് ചെയ്യുന്ന സമയത്ത് RupeeMonk 100 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 100 രൂപ നിങ്ങളുടെ വാലറ്റിൽ ആഡ് ആവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1,00,000 രൂപ വരെ വിൻ ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ Coindcxൻ്റെ ഹാപ്പി ഡേയ്സ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് Coindcx ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സൈനപ്പ് ചെയ്യുന്ന സമയത്ത് RupeeMonk 100 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കുകയും ചെയ്യുക. പിന്നെ നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 9:15 മുതൽ 3:30 വരെയുള്ള ഒരു സമയത്ത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് 24/7, അതായത് എല്ലാ ദിവസവും എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ചാണ്. അത് ലോകമൊട്ടാകെ ഇതിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ 24/7 ഇത് അവൈലബിൾ ആയിരിക്കും എന്നുള്ളൊരു ഗുണമാണ്. ഇത് Coindcx വഴി നിങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫീസുകളില്ല. ഇവരുടെ പ്രോസസ്സ് വളരെ ഫാസ്റ്റും ട്രാൻസ്പെറൻറ്റുമാണ്. ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് Coindcxൽ ഒരു അക്കൗണ്ട് എടുക്കാനും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും സാധിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ Coindcx ഞാൻ മുൻപ് പറഞ്ഞ പോലെ വളരെ സേഫും സെക്യൂർ ആണോ എന്നൊക്കെ പറയാനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ 2-factor authenticationും അഡീഷണൽ ട്രാൻസാക്ഷൻ പാസ്വേഡ് സപ്പോർട്ടും ഇവരുടെ പ്രവർത്തനങ്ങളെ കുറേ കൂടെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ടുള്ള KYCയും AML പ്രോസസ്സുമൊക്കെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവരുടെ ഈ പ്ലാറ്റ്ഫോം ISO സർട്ടിഫൈഡുമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ഈ Coindcx എന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. Coindcxൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Coindcx ലേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഈ ക്രിപ്റ്റോ കറൻസികളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ, എങ്ങനെയൊക്കെയാണ് ഇത് സേഫ് ആയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കാനുമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് Coindcxൻ്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നടത്താവുന്നതാണ്. നിങ്ങൾ പലർക്കും ഇപ്പോഴും ചില സംശയങ്ങളുണ്ടാവാം. അത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുമാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 ആണ്. ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട.